ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്. ശാന്തസുന്ദരമായൊരു ഗ്രാമം. പുലരിയുടെ കുളിരും നെൽക്കതിർ വിരിഞ്ഞിരിക്കുന്ന പാടവും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരും എല്ലാം കൊണ്ടും സുന്ദരമാണ്. അവിടുത്തെ ഒരു കർഷകൻ്റെ മകൻ. കർഷകൻ്റെ കയ്യിലെ അരിവാളും അമ്മയുടെ അധ്വാനവും ചേർന്നായിരുന്നു അവരുടെ ജീവിതം. ചന്തു എന്നാണ് അവൻ്റെ പേര്. കാണാൻ വളരെ സുന്ദരനായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ സ്വപ്നത്തിൻ്റെ ഒരു പ്രകാശമുണ്ടായിരുന്നു. പഠനം, പുസ്തകം, അറിവ് ഇതൊക്കെ അവൻ്റെ മുതൽക്കൂട്ടായിരുന്നു. വായനശാലയിൽ പോയിരുന്ന് ധാരാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കാൻ ഗ്രാമത്തിൽ നിന്നും നഗരത്തിലെത്തുന്നു. നഗരത്തിൻ്റെ വെളിച്ചവും ഇരുട്ടും ചന്തുവിന് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നതുപോലെ തോന്നി. വലിയ വലിയ കെട്ടിടങ്ങളും തിരക്കേറിയ വഴിയും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സൃഷ്ടിച്ചു. അവൻ കലാലയ രാഷ്ട്രീയത്തിൽപ്പെട്ടു. അവിടെ എന്തും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായി. അവിടുത്തെ വെളിച്ചത്തിൽ ഒരു ഇരുട്ട് കൂടിയുണ്ടെന്ന് അവൻ തിരിച്ചറിയാതെ പോയി. ആദ്യമായി ഒരു കൂട്ടുകാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ, മനസ്സിന് ശാന്തിയും നന്നായി ഉറക്കവും കിട്ടും. ആ ഒരു പരീക്ഷണമാണ് അവൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ആദ്യം ശാന്തി പോലെ തോന്നി, പിന്നെ മയക്കുമരുന്നില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്ത അവസ്ഥയിലായി മാറി. പഠനം പിന്നിലായി. കണ്ണിൽ നിന്ന് സ്വപ്നത്തിൻ്റെ പ്രകാശം നഷ്ടമായി. അമ്മയ്ക്ക് ഫോൺ വിളിച്ച് എപ്പോഴും പൈസ അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടും. ആഴ്ചയിൽ അവൻ നാട്ടിലെത്തും. അതുവഴി അവൻ ആ ഗ്രാമത്തിലെ കുട്ടികളിലേക്കും മയക്കുമരുന്ന് എത്തിച്ചു തുടങ്ങി. ഒരുപാട് കുട്ടികൾ അവൻ്റെ വലയിലകപ്പെട്ടു. വീടുകളിൽ അമ്മമാരുടെ കണ്ണുനീർ, രാത്രിയിൽ ഉറങ്ങാതെ കാത്തിരിക്കുന്ന അമ്മ. ചന്തു എവിടെ പോയിരിക്കും? ജീവനോടെ മടങ്ങി വരുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഉറങ്ങാത്ത രാത്രികൾ. അതുപോലെ തന്നെ പല കുട്ടികളുടെ മാതാപിതാക്കളും ഇതുപോലുള്ള അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ചന്തു തന്നെ ആയിരുന്നു. ഒരിക്കൽ മാതൃകയായി കരുതിയ ബാലൻ ഇപ്പോൾ കുട്ടികളുടെ സ്വപ്നങ്ങളെ കൊള്ളയടിക്കുന്നവനായി മാറി. ഒരു ദിവസം വഴിയിൽ പഴയ അധ്യാപകൻ അവനെ കണ്ടു. വർഷങ്ങളോളം സ്വപ്നം നിറച്ചു കൊടുത്ത അധ്യാപകൻ കണ്ണു നിറഞ്ഞ് ചോദിച്ചു, നീ നിൻ്റെ ജീവിതവും മറ്റുള്ളവരുടെ ഭാവിയും തകർക്കപ്പെടുകയാണ്. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാനാവുന്നില്ല. ആ വാക്കുകൾ മിന്നൽ പോലെ ചന്തുവിൻ്റെ ഹൃദയത്തിൽ പതിച്ചു. അമ്മയുടെ രൂപവും നഷ്ടപ്പെട്ടവൻ്റെ സ്വപ്നങ്ങളും ഗ്രാമത്തിലെ അമ്മമാരുടെ കണ്ണുനീരുമെല്ലാം ചേർന്ന് അവൻ്റെ മനസ്സിലൊരു പൊട്ടിത്തെറിയുണ്ടായി. മാഷവനെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ എത്തിച്ചു. നാളുകൾ കൊണ്ട് വേദനയും പോരാട്ടവും സഹിച്ചു. അവൻ്റെ മനസ്സിൽ വീണ്ടും നന്മ തെളിഞ്ഞു തുടങ്ങി. മയക്കുമരുന്നിൻ്റെ ഇരുട്ടിൽ നിന്നും അവന് മോചനമുണ്ടായി. ഇപ്പോൾ ചന്തു മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തകനായി മാറി. ഗ്രാമത്തിലെ കുട്ടികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ പറയുന്നു, ഞാൻ ചെയ്ത തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങളെ നഷ്ടപ്പെടുത്തരുത്. വേദനാജനകമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഒരിക്കലും ആ പാതയിലേക്ക് നിങ്ങൾ പോകരുത്.